അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദൽ ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങളെ, ഇന്ന് നമ്മൾ കണ്ണമ്പ്ര പഞ്ചായത്തിലല്ലേ, കണ്ണമ്പ്ര പാലക്കാട് ജില്ലയിലേത്, പാലക്കാട് ജില്ല കണ്ണമ്പ്ര പഞ്ചായത്തിലാണ് നിൽക്കണേ. എവിടെ നിൽക്കണമെന്ന് ചോദിക്കരുത്, ആർക്കും പറഞ്ഞു തരില്ല, യാതൊരു സംശയമില്ല. കാരണം എന്താ പറയുക, എന്റെ പുറകിൽ നിൽക്കുന്ന ഈ വീട് നിറയെ വീടുകളുള്ള ഏരിയ മാത്രമല്ല, ബസ് റൂട്ടിന്റെ സെക്കൻഡ് ഫ്ലോട്ട്. ഒരു സെന്റിന് സ്ഥലത്തിന് അവിടെ ചോദിക്കണ വില ഉണ്ട്. വീട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. എന്താ വില എന്നറിയോ? 7.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പക്ഷെ ചെറുതായ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഒരു 10ഓ 5ഓ കമ്മിയാക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7.5 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 4 സെന്റ് സ്ഥലത്ത് 2 ബെഡ്റൂമുള്ള അടിപൊളി വീട് തന്നെയാണ്. സാധാരണക്കാരന്, പാവപ്പെട്ടവന് ഇതൊരു കൊട്ടാരമാണ്. 7.5 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ, അപ്പൊ ഇത് ബസ് റൂട്ടിന്റെ തൊട്ട ഫ്ലോട്ടാണ്. ബസ് റൂട്ട് കാണിച്ചത്. അപ്പൊ കാണിച്ചു തരാം കേട്ടോ, ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾക്ക്. അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ കാണണം, ഇത് വടക്കഞ്ചേരിയിൽ നിന്ന് പഴയന്നൂർക്ക് പോകുന്ന റോഡാണ്, അല്ലെങ്കിൽ തിരുവില്ലാമലക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കാണേണ്ട വീട് ഈ മെയിൻ റൂട്ടിൽ നിന്ന് ആകെ ദൂരം 20 മീറ്ററാണ്. ഒരു വീടിന്റെ പുറകിലാണ് കേട്ടോ. ഇവിടേക്ക് എന്തോ ഒരു ബോർഡൊക്കെ കാണാനുണ്ട്, നാട്ടുകല്ലിൽ നിന്നൊരു ബോർഡൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഈ പ്രദേശം, ഈ മെയിൻ റോഡ്, ഈ ബസ് റൂട്ടിന്റെ സെക്കൻഡ് പ്ലോട്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വീട് കാണാൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ വിളിച്ചിട്ട് വരണം. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് വിളിച്ചാൽ നമ്മളെ കിട്ടില്ല, നമ്മൾ ചെപ്പശ്ശേരിയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഹബീബിങ്ങൾ, വീട് കാണാൻ വരുന്നവർ ആദ്യം മുൻകൂട്ടി വിവരം തരണം. യാതൊരു സംശയമില്ല, പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ആ വീടിന്റെ മുമ്പിൽ കാണിശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്ന് വിളിച്ചു പറഞ്ഞ് വിവരം തന്നെ വേണം. കാരണം 7.5 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 8 വാങ്ങാനുള്ള വീടുണ്ട്. മുതലുള്ളത് നല്ലോണം മുതലുണ്ട്, അതാ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് 48 മണിക്കൂർ കൊണ്ട് സോൾഡ് ഔട്ട് ആവും എന്നുള്ള കാര്യം എനിക്കറിയാം. 48 മണിക്കൂർ കൊണ്ട് ഇത് സോൾഡ് ഔട്ട് ആവും. കാരണം എന്താ അറിയോ? അവിടെ സ്ഥലത്തിന്റെ വില കൂടി ചോദിക്കുന്നില്ല. കാരണം ബസ് റൂട്ടിന്റെ സെക്കൻഡ് പ്ലോട്ട്, ഈ റോഡിന്റെ സെക്കൻഡ് പ്ലോട്ട്. അപ്പൊ അതുകൊണ്ട് മൊത്തം ചോദിക്കുന്ന വിലയാണ് 7.5 ലക്ഷം രൂപയ്ക്ക് താഴെ 4 സെന്റ് സ്ഥലവും വീടുമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരുന്നൊരു ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ്. ഈ വീടിന്റെ നേരെ ഫ്രണ്ടിലാണ് ബസ് റൂട്ട്. അപ്പൊ ഇത് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്നത് എവിടെയെന്നൊക്കെ കണ്ടോ. നിറയെ വീടുകളുള്ള ഏരിയ ഇതാ കണ്ടോ, നിറയെ വീടുകളുള്ള ഏരിയയിലാണ് നമുക്ക് നല്ല അതിഗംഭീരമായ ഒരു 4 സെന്റ് സ്ഥലത്ത്. അതിഗംഭീരം എന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ടവനാണില്ല അതിഗംഭീരം, അല്ലാതെ ഇപ്പൊ വലിയൊരു ഒന്നുമല്ല. കാരണം അവന്റെ ഒരു ബാത്റൂമിന്റെ സ്ഥലം ഉണ്ടാവുള്ളൂ. കണ്ടോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, ഈ കാണുന്ന വീട് 2 ബെഡ്റൂമിൽ ഒതുങ്ങിയ വീടാണ്. ഇഷ്ടികേട്ട കെട്ടിക്കുന്നത്, നല്ല സൂപ്പർ ഇഷ്ടികേട്ട് കെട്ടിയതാണ്. പുറത്ത് ഇവിടെ സൈഡിലാണ് ബാത്റൂം. ആ ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്ക് കേട്ടോ. അപ്പൊ ബാത്റൂം നമുക്ക് ഇനി വേണമെങ്കിൽ അപ്പുറത്തൊക്കെ വഴിയാക്കാം. പക്ഷെ ഇവിടെയാണ് ബാത്റൂം, അതിനോട് ചേർന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇനി പറഞ്ഞാൽ, ഇതിലിപ്പോ ഒരു പണി എന്ന് പറയുന്നവർക്ക് എന്താ പറയുക, ഇവിടെ 1 2 3 കള്ളി ജനൽപ്പൊളി നമ്മൾ വെക്കണം. ഈ 3 കള്ളി ജനൽപ്പൊളി വെക്കണമെങ്കിൽ നമുക്ക് 3027 2700 റുപ്യ വരും. അലുമിനിയം ഫാബ്രിക്കേഷൻ പണിയെടുക്കണമെങ്കിൽ 3000 റുപ്യ കൂട്ടിക്കോളി. ആ 3000 റുപ്യ പണിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ സ്ഥലങ്ങൾ കാണാം. ഇതാ ബാക്കിലേക്കൊക്കെ സ്പേസ് ഉണ്ട്, നല്ലോണം സ്പേസ് ഉണ്ട് കണ്ടോ. ഈ പ്ലാവ് നമ്മുടെ അല്ലേ, മതിയേ, എന്തിനാ തോനെ, ഒന്ന് പോരെ. ഒരു പ്ലാവ്, ഒരു പുളിയൊക്കെ ഉണ്ട്. ഇതാ ആ പുളി ഇതിലല്ലേ, ഇല്ല പുളി പറയണേ പോട്ടെ, പുളി വേണ്ട, നമുക്ക് പ്ലാവ് മതി. ഞാനിപ്പോൾ പ്ലാവുമേ ചക്ക ഉണ്ടാക്കാം, പുളിമേ ചക്ക ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബാക്കിലേക്ക് സ്ഥലം കണ്ടില്ലേ, ഇത്രയും സ്ഥലം ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഇഷ്ടികേട്ട കെട്ടിയിരിക്കുന്നത്, നല്ല വാർപ്പ് വീടാണ്, സൂപ്പർ വീടാണ്, യാതൊരു സംശയമില്ല. 7.5 ലക്ഷം രൂപയ്ക്ക് ഇത് കിട്ടുക വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യണം, പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം കേട്ടോ. അപ്പൊ ഇനി ഉള്ളൊക്കെ കാണാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിനെ, നമുക്ക് വെള്ളത്തിന് സൗകര്യം ആ പൈപ്പ് ലൈനാണ് കേട്ടോ. പിന്നെ അതല്ല, ഇതിൽ ഏറ്റവും വലിയ സൗകര്യം എന്താ, ബസ്സിന്റെ ഓണം കേട്ടാൽ നമുക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, അത്രയ്ക്ക് സൗകര്യം ഉണ്ട്. ഇതാ എത്ര, ഒരു 20 മീറ്ററും കൂടി ഇല്ല ഈ വീടിന്റെ ഒരു വീട് ഫ്രണ്ട് കേട്ടോ. ബസ് റൂട്ട്, മെയിൻ ബസ് റൂട്ട്, ലോക്കൽ ബസ് റൂട്ട് അല്ല പറയുന്നത്. എപ്പോഴെങ്കിലും വരുന്ന ബസ്സല്ല, 10 മിനിറ്റ് 15 മിനിറ്റ് വരുന്ന ബസ് റൂട്ട്. കറക്റ്റ് ആയിട്ട് സ്പോട്ടാണ് പറഞ്ഞ ഇടത്താന്ന് അറിയാം. നിങ്ങൾ നേരിട്ട് ഇവിടെ എത്തിക്കറിയാം. കാരണം ഇതൊക്കെ അർജന്റ് വിൽക്കൊണ്ടാണ് ഈ മുതൽ ഈ വിലക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഈ വിലക്കൊന്നും ഇത് കിട്ടില്ല. ഒരു 10-15 റുപ്യ കമ്മിയായിട്ട് നിങ്ങൾ നോക്കണ്ട. അത്ര അർജന്റ് കാരണം, എമർജൻസി കാരണമാണ് നമ്മൾ 7.5 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതാ ഒരു ബെഡ്റൂം കാണിച്ചു തന്നാ, അടിച്ചാവളി ബെഡ്റൂം. ആ മോളെ കാണിച്ചു കൊടുക്കട്ടോ, ഒരു ലീക്കോ പൊട്ടോ ഒഴുക്കോ അതോ ഒന്നുമില്ല. അത് കാണിച്ചു കൊടുക്കും, ഉള്ളു കാണിച്ചു നോക്കി. അത് നമ്മുടെ ചാനൽ കാണുമ്പോൾ എല്ലാവരും എല്ലാ ഭാഗം കാണും കേട്ടോ. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കണ്ടോളി, യാതൊരു സംശയമില്ല, നല്ല സൗകര്യത്തിൽ തന്നെയാണ്. അങ്ങനെ പോന്നു കഴിഞ്ഞാലേ
അങ്ങനെ പോന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടില്ലേ മോളെ കാണിച്ചു കൊടുക്കേ. ഇവിടെ നല്ല ആർച്ചൊക്കെ ഇട്ടിട്ട് നല്ല അതിഗംഭീരമായിട്ട് വർക്ക് കഴിച്ചിട്ടുണ്ട്. ആർച്ചൊക്കെ ഇട്ടിട്ട് അതിന്റെ ഓർമ്മ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുക്കാം. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വേണമെങ്കിൽ ഉണ്ടാക്കാൻ സ്പേസ് ഉണ്ട്. അറ്റാച്ച് കോമൺ ബാത്റൂം ഉള്ളിൽ സൗകര്യം ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവർ ചെയ്തിട്ടില്ല. അതിനുള്ള സ്പേസ് ആണ് ഈ സ്പേസ്. ഒരു കോമൺ ബാത്റൂം ഉള്ളിൽ കൊടുക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ അറിയാച്ചാല് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് ബാങ്ക് ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ലോൺ നിർത്തി തരുമോ വെച്ചാൽ ഇല്ലാട്ടില്ലേ. കാരണം എന്താ പറയുക, തല പോഞ്ഞ് പുണ്ണായിട്ട് അത് വിൽക്കണത്. അപ്പൊ ഇനി ലോൺ നിർത്തി തരാനും ഇതിലൊന്നുമില്ല. റെഡി ക്യാഷുള്ള ഒരു 7.5 ലക്ഷം ഒക്കെ ഇട്ട് വന്നോളി, അതിന്റെ രജിസ്റ്റർ ഫീസും കൊടുന്നോളി, അതൊക്കെ രജിസ്റ്റർ ചെയ്ത് തരും കേട്ടോ. യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ വീടും സ്ഥലമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എന്റെ പ്രവാസികൾ, എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കാരണം നമുക്ക് ഹൈദരാബാദ് തൊട്ടിട്ട് അതുപോലെ തന്നെ ഡൽഹി, UP, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ചിക്ക്മംഗ്ലൂർ, അതുപോലെ തന്നെ ചെന്നൈ തുടങ്ങിയ പല ഭാഗങ്ങളിൽ നിന്ന്, മഹാരാഷ്ട്ര, പൂനെ തുടങ്ങിയ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടികൾ കണ്ടിട്ട് ഗോവയിൽ നടക്കുന്ന നമ്മുടെ ആളുകൾ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഗോവക്കാരാണോ? നല്ലട്ടോ, മലയാളീസ് ഇവിടുന്ന് പോയിട്ട് അവിടെ താമസിച്ച് ജോലി ചെയ്തിരുന്നവര് ഒരു സമയത്ത് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് സ്വന്തമായ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കാൻ വളരെ കുറഞ്ഞ എമൗണ്ട് ഉള്ളപ്പോൾ എന്നെ സമീപിക്കുകയാണ്. അങ്ങനത്തെവർക്ക് പറ്റിയതാണ് നമ്മൾ കാണിച്ചു തരുന്നത്. സാധാരണക്കാരന് പറ്റിയ വീട്. ഇത് സാധാരണക്കാരുടെ ഒരു കൊട്ടാരാണ് 7.5 ലക്ഷം റുപ്യക്ക്. കാരണം എന്താ പറയുക, ബസ്സിന്റെ റൂട്ടിൽ തൊട്ടതാണ്. സെക്കൻഡ് ഫ്ലോട്ട് പറയുമ്പോൾ നമുക്ക് ബസ്സിന്റെ ഓണടി കേട്ടാ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി. റോട്ടിൽ ബസ്സാ. അപ്പൊ ഇത് എവിടെയെന്ന് ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. പാലക്കാട് ജില്ലയിലാണ്. ഏതാ പഞ്ചായത്ത് ഒന്നുകൂടി പറയാം. കണ്ണമ്പ്ര പുതുക്കോട് എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ അകത്ത് കണ്ണമ്പ്ര പഞ്ചായത്തിലാണ്. പിന്നെ വാർഡ് ചോദിക്കരുത്, റൂട്ട് മാപ്പ് ചോദിക്കരുത്, ഒരാൾ വിളിച്ചിട്ട് അഡ്രസ്സ് ചോദിക്കരുത്. ഇതൊന്ന് കാണിച്ചു തരും എന്ന് മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ. കാരണം ഒരുപാട് അബദ്ധങ്ങൾ പറ്റുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളെ വഞ്ചിതരാക്കിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടു നമ്പർ അടക്കം ഇട്ട് കൊടുക്കും. അവർ പോയിട്ട് കച്ചവടം ചെയ്യും. ഇപ്പോൾ പട്ടാമ്പിയിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു കൊലാപ്പിലാണ്. പക്ഷേ നമ്മളോട് ചോദിക്കാതെ ഞങ്ങൾ ഇട്ട വീഡിയോയിൽ ഞങ്ങൾ എടുക്കുക, ഞങ്ങളോ അറിയാതെ വല്ല ഭൂമി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ വരുന്ന ഭവിഷ്യത്തുകൾക്കോ അതിന്റെ പേപ്പർ ക്ലിയറൻസ് അല്ലാന്നോ എന്തെങ്കിലും വന്നിട്ട് വരിക. അപ്പൊ ഞങ്ങൾ പേപ്പർ ചെക്ക് ചെയ്തിട്ടില്ല, ഇത് ബാങ്കിലാണ് പറഞ്ഞു. ചിലർ ബാങ്കിലാവില്ല, വേറെ എവിടെയൊക്കെ. അപ്പൊ പേപ്പർ ചെക്ക് ചെയ്യാൻ നമ്മൾ എപ്പോഴാണ് നമ്മളൊരു വില സംസാരിച്ചു, ഇതിൽ 7.5 ലക്ഷം പറഞ്ഞു. അത് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് ടോക്കൺ കൊടുത്താൽ പേപ്പർ വാങ്ങണു, ചെക്ക് ചെയ്യണു. ഈ പേപ്പർ ചെക്ക് ചെയ്ത് 100% ബോധ്യമായാൽ മാത്രമാണ് നമ്മൾ പാർട്ടിയോട് എഗ്രിമെന്റ് എഴുതിക്കോളൂ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് വന്നിട്ട് എന്നാ പിടിച്ച അഡ്വാൻസ് പറഞ്ഞ 50,000 1 ലക്ഷം കൊടുക്കലല്ല. ആ പേപ്പർ മേടിച്ച് അതിന് 25,000 രൂപ ടോക്കൺ, ചുരുങ്ങിയത് 25,000 രൂപ ടോക്കൺ അത് കൊടുത്ത് പേപ്പർ മേടിക്കുക. ആ പേപ്പർ ക്ലിയർ അല്ല ചെക്ക് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗ്രിമെന്റ് എഴുതണ്ട എന്ന് പറയും. ആ 25,000 രൂപയ്ക്ക് ഞാൻ ഉത്തരവാദിയാണ്. പക്ഷെ ഞാൻ അറിയാതെ നിങ്ങൾ പാർട്ടി എടുത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്നെ അറിയിച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം എടുക്കാൻ സാധിക്കുള്ളൂ. ഞാൻ അത്ര കൊടുത്തിട്ടുണ്ട്, ഇത്ര കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ ചാനൽ കണ്ടിട്ടാണെന്നൊന്നും എന്നോട് യാതൊരു പറയരുത്. അങ്ങനെ 1-2 സംസാര വിഷയം ഉണ്ടായിട്ടുണ്ട്. കാരണം പൈസ കൊടുത്ത് 50,000 രൂപ കൊടുത്തിട്ട് പേപ്പർ ക്ലിയർ അല്ല, അവർ 50,000 തിരിച്ചിട്ടില്ല. അപ്പൊ അതിനൊന്നും ഞാൻ ഉത്തരവാദില്ല. ഞാൻ മുഖേന ചെയ്യുന്ന കച്ചവടത്തിന് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുള്ളൂ. ചാനലിൽ ഞാൻ ചിലപ്പോൾ ഒരുപാട് വീടുകളുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ പരമാവധി നമ്മൾ നല്ലത് നോക്കിയിട്ടുള്ളൂ. അപ്പൊ ഇത് മേടിക്കാൻ വരുന്നവന് പേപ്പർ ചെക്ക് ചെയ്ത് കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഞാനൊരു യൂട്യൂബറാണ്. ഞാൻ അനവധി വീടുകൾ വിറ്റ ആളാണ്, അനവധി മേടിച്ചു കൊടുത്ത ആളാണ്. ഇനിയും ഒരുപാട് നമുക്ക് സാധാരണക്കാർക്ക് മേടിച്ചു കൊടുക്കാണ്ട്. അപ്പൊ ആരും വഞ്ചിതരാകാതിരിക്കാൻ, ആരും കുടുങ്ങാതിരിക്കാൻ മറ്റുള്ളവർ പലതും പറഞ്ഞ് പ്രബോധിപ്പിച്ചിട്ട് നിങ്ങളെ കണ്ട് വാങ്ങിപ്പിക്കും. ഇപ്പൊ മറ്റൊരുത്തന്റെ ഭൂമി, വേറൊരാളെ ഭൂമിയൊക്കെ കാണിച്ചു തന്നിട്ട് അഡ്വാൻസ് മേടിക്കുന്നവർ ഇവിടെ ഉണ്ട്. അഡ്വാൻസ് മേടിക്കുന്നവരും പലതും ചെയ്യുന്നവർ നമ്മുടെ അനുഭവത്തിലുണ്ട്. പല പരാതികൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറ്റുള്ളൂ, നമ്മൾ കാണിച്ചു തരുന്ന ഭൂമി യഥാർത്ഥ ഓണർ മുഖേനയാണ് നമ്മളുടെ കച്ചവടം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, എന്റെ ചാനൽ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 7.5 ലക്ഷത്തിന് താഴെ എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് താഴെ ഒന്നുമില്ല. ഒരു 10-ഓ 20-ഓ ചിലപ്പോൾ കമ്മിയാവാൻ സാധ്യതയുള്ളൂ. 8-ൽ കമ്മിയാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞാണ്. അത്രയും ബുദ്ധിമുട്ടിലാണ്. എങ്കിലും നമുക്ക് 7.5-ക്ക് താഴെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിക്കാം. ഇത് ധൈര്യമായിട്ട് ആർക്കെങ്കിലും എന്ത് ചെയ്യുക, കാണാതെ മേടിക്കാം. കണ്ണ് ചിമ്പിയിട്ട് വീട് മേടിക്കുക ഈ വിലക്ക്, അതായി പറയുന്നത് കേട്ടോ. അപ്പൊ പുറത്ത് എവിടെയെങ്കിലുള്ള ഹബീബികളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അഡ്വാൻസ് എനിക്ക് അയച്ചു തരുന്നവരുടെ വീട് ഇഷ്ടപ്പെട്ടിട്ട് വരാൻ സാധിക്കാത്തതിന്റെ പേര്, അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് റൈസ് ചെയ്ത് കൊടുക്കണ്ട. ആ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. കുല്ലുക്കും മഹസ്സലാമ.